1675 റേഞ്ചിൽ കോട്ടണിൽ നല്ല എംബ്രോയ്ഡറി മിറർ വർക്ക് ഒക്കെ ചെയ്ത സിൽവാർ സെറ്റാണ് നമ്മൾ കാണുന്നത്. ബേസ് കളർ നമുക്ക് രണ്ടിലും സെയിം ആയിരിക്കും, പ്രിൻറ്റിലുള്ള ഡിഫറൻസേ ഉള്ളൂ. ഫസ്റ്റ് പാറ്റേൺ വരുമ്പോഴത്തേക്ക് നമുക്ക് യോക്കിൽ പ്ലെയിൻ വന്നിട്ട് അതിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് മിറർ വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ബോട്ടം ഗ്രേ കളറുള്ള കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടവും, ദുപ്പട്ട നമുക്ക് ഷിഫോൺ ദുപ്പട്ട വന്നിട്ട് ക്രോഷിയോടെ ലേസ് കൊടുത്തേക്കുവാണ്. സെയിം പാറ്റേൺ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റിലായിട്ടാണ് സെക്കൻഡ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ കാണിച്ചോളെ തന്നെ ടോപ്പ് നമുക്ക് ഫുള്ളായിട്ട് പ്രിൻറ്റ് വരും. പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ലൈൻസ് പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ വരുന്നത്. അതിൻ്റെ യോക്ക് പ്ലെയിൻ വന്നിട്ട് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ചെറിയ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഫുൾ പ്രിൻറ്റഡ് ആയിട്ട് ആ ലൈൻസ് പാറ്റേൺ തന്നെയാണ് വന്നേക്കുന്നത്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ. 2.5 മീറ്ററാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് നല്ല ഷിഫോൺ ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. നല്ല ലെങ്ത്തും വിട്ടുമുള്ള ഷിഫോൺ ദുപ്പട്ടയാണ്. ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. സൈഡിൽ ക്രോഷിയോടെ ലേസ്, നല്ല പിങ്ക് കളറുള്ള ക്രോഷിയോ ലേസ് കൊടുത്തിട്ടുണ്ട്. 2.5 മീറ്റർ ലെങ്ത് ഉണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്കും. ബോട്ടം വരുമ്പോൾ കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നല്ല പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഫുള്ളായിട്ടും ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് പോലെയാണ് നമുക്ക് വന്നേക്കുന്നത്. ബാക്ക് സൈഡും സെയിം പ്രിൻറ്റ് തന്നെ വരും. ബാക്കി നമുക്ക് സെയിം പാറ്റേൺ തന്നെ കേട്ടോ വരുന്നത്. ദുപ്പട്ടയും സെയിം ആണ്. ബോട്ടം വരുമ്പോൾ ഗ്രേ കളറുള്ള കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം തന്നെയാണ് പെയർ ചെയ്തേക്കുന്നത്.